ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഞാനും പിന്നെ അമ്മയും കൂടെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മള് ഇന്ന് കുരുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത നല്ല പോർക്ക് പോയി. വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ കൂടെ പന്നിക്കറി ഉണ്ടാക്കാൻ അമ്മയുണ്ട്. അപ്പൊ നമ്മള് ഇന്നൊരു പോർക്ക് സ്പെഷ്യൽ പോർക്ക് കറിയാ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പൊ നമ്മള് പന്നിയൊക്കെ മേടിക്കാൻ വേണ്ടി ടൗണിൽ പോയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ മേടിച്ച് പന്നി മേടിച്ച് അപ്പോൾ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, ആ പന്നിയൊക്കെ നമുക്ക് വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് കുക്കിംഗ് നമുക്ക് തുടങ്ങണം എന്തായാലും വെച്ചാൽ മതി. അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മുടെ പന്നി എടുത്ത് അതാട്ടോ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കിലോ പോർക്കാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4 വിസിൽ വരെ നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പന്നിയൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കറി വെക്കുന്ന ഇടയ്ക്ക് 2 തേങ്ങാക്കൊത്തും കൂടെ കഴിക്കുന്നുണ്ട്. നമ്മുടെ ചട്ടി നാടൻ പോർക്ക് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ശേഷം നമുക്ക് നല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടിക്കാൻ പാകത്തിന് തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഗൈസ് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോഴാണ് ഈ പോർക്കിനില്ലേ ചൈനീസിൽ എന്താ പറയുന്നത് അറിയോ, ഷിയാഷോ ഷാംഷോ എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും നമുക്ക് നോക്കാട്ടോ ഗൈസ്. ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാനിത് വെറുതെ നമ്മുടെ വീഡിയോക്ക് ഒരു കോമഡി കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. ഇങ്ങനെയൊന്നും അർത്ഥമൊന്നും ഇല്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് ചതച്ച്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച പന്നീരത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനാണ് അമ്മ. അപ്പൊ ഇത് ഇനിയിപ്പോ ഒരു എത്ര മിനിറ്റ് കഴിഞ്ഞു ഗൈസ്? അപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ പോർക്ക് റെഡി ആയി വരും. അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാനാണ് കപ്പയുണ്ട്. കപ്പയും അതെ ഗൈസ്. അപ്പൊ ഇനി എന്തായാലും നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക ഒന്നുകൂടെ പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്ന് പോർക്ക് വെച്ചവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താ പറയുക എല്ലാവരും ഇതുപോലെ ഒരു പോർക്ക് ഫ്രൈ ഒക്കെ വെച്ചിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ വെച്ച പോലെ അടിപൊളിയായി വെച്ചിട്ട് നമ്മൾ എന്താ പറയുക അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മളെ അറിയിക്കാം കമൻറ്റ് മുഖേന. ഓക്കെ, ഇപ്പോൾ ഏകദേശം മുക്കാനോളം നമ്മുടെ പന്നി കറി റെഡിയായിട്ടുണ്ട്. കുറച്ചും കൂടെ വരണം, അപ്പോഴാണ് നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഗൈസ്, അപ്പോൾ നല്ല ചൂടുണ്ട്. നമുക്ക് എന്തായാലും അയ്യോ സൂപ്പർ ആട്ടോ ഗൈസ്. ആയി വരുന്നുണ്ട്, നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് എടുത്തപ്പോൾ ഇതായിപ്പോയതാ ഗൈസ്. അപ്പോൾ നമ്മുടെ പോർക്ക് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ കപ്പയും കൂടെ റെഡി ആയിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതാ കപ്പയും അതുപോലെ തന്നെ നമ്മുടെ പോർക്ക് കറിയും റെഡി ആയിട്ടുണ്ട്. മച്ചാമാരി ഇതാ നെയ്യൊക്കെ നല്ല ചൂടാട്ടോ, നല്ല ചൂടാണ്, ഇപ്പോൾ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ നമുക്കിനി ചൂടോടെ ഇതങ്ങ് കഴിക്കാം, നല്ല കാപ്പിയൊക്കെ ആയിട്ട് ഗൈസ്. അപ്പോൾ നമുക്കിതാ കഴിക്കാം.
ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവരും നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു കിടിലൻ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഗൈസ്.